നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മേഖലാതല അവലോകന യോഗം മലമ്പുഴയിൽ. 151 പരാതികൾക്ക് യോഗത്തിൽ പരിഹാരമായി. പാലക്കാട് വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പിയിൽ MDMA-യുമായി യുവാക്കൾ പിടിയിലായ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ്. മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ബൈക്ക് മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മണ്ണൂർ കൈമക്കുന്നത്ത് കാവ് ട്രസ്റ്റി ബോർഡിനെതിരെ സമരം ശക്തമാക്കി ഭക്തജന കൂട്ടായ്മ. ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ട്രസ്റ്റി ബോർഡിന്റെ അഴിമതിയിൽ നിന്ന് ക്ഷേത്രത്തെ മോചിപ്പിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നും സമരസമിതി. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണം ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങുമെത്തിയില്ല. നിർമ്മാണ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ചതായും ആക്ഷേപം. വാർത്തകൾ വിശദമായി. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ മലമ്പുഴയിൽ നടത്തിയ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മേഖലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. കേരളത്തെ പുതിയൊരു ഭരണ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ LDF-ന് കഴിഞ്ഞു. പ്രകടന പത്രികയിലെ പരമാവധി കാര്യങ്ങൾ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുക, അതാണ് ഏറ്റവും പ്രധാനം. കഴിയാവുന്നത്ര വേഗത്തിൽ ജനങ്ങൾക്ക് അതിൻ്റേതായ എല്ലാ തരത്തിലും അനുഭവിക്കാൻ കഴിയും. അതോടൊപ്പം നാം നടത്തുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു ഉന്നതതല യോഗത്തിന്റെ ഭാഗമായി തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ മേഖലാ യോഗം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ കാര്യമായ ഒരു മാറ്റം നമ്മുടെ പൊതുസമീപനത്തിൽ ഈ കാലയളവിൽ ഉണ്ടാക്കാൻ നമുക്കായിട്ട്, അതായത് ജനങ്ങൾ ഭരിക്കപ്പെടേണ്ടി വരും, സർക്കാർ ഭരിക്കേണ്ടി വരും. ഇത്തരമൊരു ഭരണ സംസ്കാരം കാലാകാലമായി നിലനിന്നു വരുന്നുണ്ട്. അതിന് സാരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2023 നടത്തിയ അവലോകന യോഗത്തിൽ പരിഹരിക്കാൻ കഴിയാത്തതും MLA-മാർ പുതുതായി ഉന്നയിച്ചതും ജില്ലാ കലക്ടർമാർ കണ്ടെത്തിയതുമായ 956 വികസന വിഷയങ്ങളാണ് യോഗത്തിൽ പരിഗണിച്ചത്. ഇതിൽ 151 പരാതികൾ തീർപ്പാക്കി. ബാക്കിയുള്ളവ 6 മാസത്തിനുള്ളിൽ പരിഹരിക്കാൻ നിർദ്ദേശിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭിച്ച പരാതികളുടെ നടപടികളും യോഗം വിലയിരുത്തി. മന്ത്രിമാരായ K. കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, P. രാജീവ്, MB രാജേഷ്, GR അനിൽ, P. പ്രസാദ്, വീണ ജോർജ്, AK ശശീന്ദ്രൻ, OR കേളു, R. ബിന്ദു, K. രാജൻ, റോഷി അഗസ്റ്റിൻ, സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ക്രമസമാധാന അവലോകനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേത്രഭരണം ട്രസ്റ്റി ബോർഡിനെ മാറ്റി ജനകീയ കമ്മിറ്റി ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണൂർ കൈമക്കുന്നത്ത് കാവ് ട്രസ്റ്റി ബോർഡ് ഓഫീസിലേക്ക് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മങ്കര CAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. 200-ലേറെ ഭക്തർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. പടിഞ്ഞാറേ നായർ വീട് അംഗവും എയർ ഇന്ത്യ മുൻ ADGM-ഉമായ CK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പോണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ചോട്ടില വെള്ളം വീണത് എന്തോ അവിടെ കല്ലും മണ്ണും കളഞ്ഞിരിക്കുന്നുണ്ട്. ഭഗവതി അങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എന്റെ ഒരേ ഒരു കൈ തൊഴുതിട്ട് ഞാൻ അവരോട് ഇത് ചോദിക്കുന്നു, ഇത് ഏതെങ്കിലും തരത്തില്
നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അറിയില്ല ഭഗവതിന് എന്റെ രൂപത്തിൽ വന്നിട്ട് ഞാൻ എന്താ അവിടെ ചെയ്യാന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നല്ല നിലയ്ക്ക് അവരത് റിപ്പയർ ചെയ്തിട്ട് ഇതറിയണം. എനിക്ക് പ്രൂഫ് വേണം. ഇനി ഭഗവതിക്ക് യാതൊരു കഷ്ടവും ഇല്ല അവിടെ, മഴ വീഴില്ല, ചോട്ടുള്ള സ്ഥലമൊക്കെ ശരിയാക്കി എന്നറിയുന്നവരെ ഞാൻ ഉണ്ടാതിരിക്കില്ല. കൂട്ടായ്മ പ്രസിഡന്റ് രാജേഷ് പുതിയത്ത് അധ്യക്ഷത വഹിച്ചു. ദിവൈ കേരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. PC പ്രീതത്, N തങ്കപ്പൻ, ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിൽ സ്ത്രീകളടക്കം 200-ലേറെ ഭക്തർ പങ്കെടുത്തു. എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ, എല്ലാ ഭക്തജനങ്ങളുടെ അനുഗ്രഹാശിസുകൾ പ്രതീക്ഷിക്കുന്നു. ദേവിയുടെ പ്രതിരൂപമായ കോമരത്തിനെതിരെ നിരന്തരം കള്ളക്കേസുകൾ കൊടുക്കുക. അദ്ദേഹം 10 മാസമായി വെളിച്ചപ്പാടിനോ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട്ട് വൻ മയക്കുമരുന്ന് വേട്ട. ഇക്കഴിഞ്ഞ മെയ് 5-ന് 620 ഗ്രാം MDMA-യുമായി 2 പട്ടാമ്പി സ്വദേശികൾ പിടിയിലായ കേസിൽ മുഖ്യ സൂത്രധാരനായ തൃത്താല സ്വദേശിയാണ് മയക്കുമരുന്നുമായി പാലക്കാട്ട് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി MDMA കേസിലെ മുഖ്യ സൂത്രധാരൻ സൗത്ത് തൃത്താല മാടപ്പാട് പട്ടിക്കരവളപ്പിൽ 34 വയസ്സുള്ള ജാഫർ സാദിഖ് പിടിയിലായത്. 2023-ൽ 301 ഗ്രാം MDMA-യുമായി തൃത്താലയിൽ പിടിയിലായ കേസിൽ 1.5 മാസം മുമ്പാണ് ജാഫർ സാദിഖ് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷവും പ്രതി ലഹരി ഇടപാട് തുടരുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണിയാണ് പ്രതി. ജാഫറിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ലഹരി ഇടപാടിന് സമാന രീതിയിൽ വിദേശത്തു നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS-ന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP രാജേഷ് കുമാർ IPS, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ, ഷൊർണൂർ DYSP R മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരുൾപ്പെട്ട സംഘമാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൻ്റെയും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിൻ്റെയും സഹായത്തോടെ മയക്കുമരുന്നും പ്രതിയെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ലു സംഭരണത്തിൽ ഇടനിലക്കാരുടെ ചൂഷണം അനുവദിക്കില്ലെന്ന് സപ്ലൈകോ ചെയർമാൻ PB നൂഫ്. സംഭരിച്ച നെല്ലിനുള്ള തുക ഉടൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്നും സുനൂഫ് പറഞ്ഞു. കർഷകരുടെ നെല്ല് സംഭരിച്ച് അരിയാക്കി മാറ്റി ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും സപ്ലൈകോ ചെയർമാൻ പറഞ്ഞു. മങ്കരയിൽ കർഷകരോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. മങ്കര പഞ്ചായത്തിലെ പുള്ളോട് തവക്കുളം പാടശേഖരത്തിലെ കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ചില ഏജന്റുമാർ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് കർഷകർ പരാതിപ്പെട്ടതിന് മറുപടിയാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കർഷകരുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണം. പരാതി ലഭിച്ചാൽ അത്തരം മില്ലുകാർക്കെതിരെ നടപടിയെടുക്കും. സംഭരിച്ച നെല്ലിനുള്ള തുക ഉടൻ വിതരണം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. കർഷകനായ വടക്കേതൊടി അലിക്കുട്ടിയുടെ വീട്ടുമുറ്റത്ത് വെച്ചായിരുന്നു PB നൂഹും കർഷകരും സംവദിച്ചത്. സപ്ലൈകോ പാടി മാർക്കറ്റിംഗ് ഓഫീസർ കവിത, മങ്കര കൃഷി അസിസ്റ്റന്റ് ദേവദാസ്, കർഷകർ സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വളരെ പെട്ടെന്നായിരുന്നു നൂഹിന്റെ മിന്നൽ സന്ദർശനം. വൈകിട്ട് 3:30 എത്തിയ അദ്ദേഹം 1 മണിക്കൂർ കർഷകരുമായി സംവദിച്ചു. 4:30 മടങ്ങി. കർഷകരുടെ നെല്ല് സംഭരിച്ചുകൊണ്ട് അരിയാക്കി മാറ്റാനുള്ള ബ്രാൻഡ് കമ്പനി തുടങ്ങാൻ ആലോചനയുണ്ടെന്നും നൂഹ് കർഷകരോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ബൈക്ക് മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മെയ് 6 രാത്രിയാണ് കാരാകുറിശി വാഴമ്പ്രം സ്വദേശി ആഷിഖിന്റെ ഫാഷൻ പ്രോ ബൈക്ക് മോഷ്ടിക്കപ്പെട്ടത്. മെയ് 5-ന് മുനിസിപ്പൽ ഓഫീസിന് സമീപം ബൈക്ക് മോഷണം നടത്തിയിരുന്നു. മോഷ്ടാവ് ബൈക്കുമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോയെന്നാണ് നിഗമനം. മണ്ണാർക്കാട് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണി എങ്ങും എത്തിയില്ല എന്നാണ് ആക്ഷേപം. കോൺക്രീറ്റ് സ്ലാബിനെ നിരത്താനായി കനാലിന്റെ ഇരുവശങ്ങളിലും ബണ്ട് നിർമ്മിക്കാനായി ഇട്ട കമ്പികൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായും നാട്ടുകാർ. 1 കോടി രൂപ ചെലവഴിച്ചാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം. കോട്ടായി സെന്ററിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ എന്നിവയ്ക്കിടയിൽ മലമ്പുഴ കനാലിന് മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് നിരത്തിയാണ് മിനി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് സ്ലാബ് നിരത്താനായി കനാലിന്റെ ഇരുവശങ്ങളിലും ബണ്ട് നിർമ്മിക്കാൻ കമ്പി സ്ഥാപിച്ചിട്ട് 1 മാസമായെന്നും കമ്പി തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നും ഉടൻ പണി തുടങ്ങാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
കേരളശ്ശേരി കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പുലി ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ കിഴക്കുമുറി ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം മനോഹരമായി. നൂറുകണക്കിന് ആളുകൾ ആനച്ചമയം കാണാനെത്തി. രാവിലെ 10 മണി മുതൽ 60-ൽ പരം കലാകാരന്മാരെ നിരത്തി നടന്ന വലിയ പഞ്ചാരിമേളവും ആസ്വാദകരുടെ മനം കവർന്നു. കല്ലൂർ ജയന്റെ നേതൃത്വത്തിലായിരുന്നു പഞ്ചാരിമേളം. കരടിമല ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആനച്ചമയ പ്രദർശനവും പഞ്ചാരിമേളവും സംഘടിപ്പിച്ചത്. രാവിലെ 5 ഗജവീരന്മാർക്ക് സ്വീകരണവും നൽകി. കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. മെയ് 4 മുതൽ 8 വരെ നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് സമാപനമായത്. വിശേഷ പൂജകൾ, കുളപ്പുള്ളി സംഗീതോത്സവം, സമ്പൂർണ്ണ നാരായണീയം എന്നിവയോടെയായിരുന്നു 4 ദിവസത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം. നിരവധി ഭക്തജനങ്ങൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സമാപന ദിനമായ വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, പ്രതിഷ്ഠാദിന വിശേഷ പൂജകൾ, നവകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി എന്നിവ നടന്നു. രാവിലെ 9 മുതൽ പാഞ്ഞാൾ വേലുക്കുട്ടിയുടെ പഞ്ചവാദ്യമുണ്ടായിരുന്നു. വൈകിട്ട് ദീപാലങ്കാരം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം അത്താഴപൂജയുടെ ചടങ്ങുകൾക്ക് സമാപനമായി. ബാലസ്വാമി നയിച്ച ഗീതാനാരായണീയ സത്സംഗം സമാപന ദിനത്തിലെ സവിശേഷതയായി. ഇരട്ടമ്പലം മാതൃസമിതി, ഗൗരീശങ്കര നാരായണ സമിതി, നാരായണീയം ഗ്രൂപ്പ്, സത്യനാരായണ ഭജൻ മണ്ഡലി എന്നിവരുടെയും നാരായണീയ പാരായണമുണ്ടായിരുന്നു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടന്ന കുളപ്പുള്ളി സംഗീതോത്സവം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. വ്യാഴാഴ്ച ശങ്കരൻ നമ്പൂതിരിയുടെ വായ്പാട്ടോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമായത്. വയലിനിൽ ഗോകുൽ ആലങ്കോടും മൃദംഗത്തിൽ എടപ്പാൾ സജിൻലാലും അകമ്പടിയായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന പൈങ്കുളം ശ്രീ ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവത്തിനും സമാപനമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് MP രാജേഷ്, സെക്രട്ടറി MS സജയ്കുമാർ, ട്രഷറർ സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി TT ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പൈങ്കുളം ശ്രീ ഉന്നത്തൂർ കാവിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല മഹോത്സവവും 7, 8, 9 തീയതികളിൽ കാർമ്മികൻ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 7-ാം തീയതി കുട്ടികളുടെ ഡാൻസും മറ്റു പരിപാടികളും, 8-ാം തീയതി നാടൻ പാട്ടും പൂജാതി കർമ്മങ്ങളും, 9-ാം തീയതിയായ ഇന്ന് അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങളും അതോടുകൂടെ പൊങ്കാല സമർപ്പണവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണനിർവഹണം വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മേഖലാതല അവലോകന യോഗം മലമ്പുഴയിൽ. 151 പരാതികൾക്ക് യോഗത്തിൽ പരിഹാരമായി. പാലക്കാട് വൻ മയക്കുമരുന്ന് വേട്ട. പട്ടാമ്പിയിൽ MDMA-യുമായി യുവാക്കൾ പിടിയിലായ കേസിലെ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. ഒമാനിൽ നിന്ന് ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ്. മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ബൈക്ക് മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മണ്ണൂർ കൈമക്കുന്നത്ത് കാവ് ട്രസ്റ്റി ബോർഡിനെതിരെ സമരം ശക്തമാക്കി ഭക്തജന കൂട്ടായ്മ.
ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ട്രസ്റ്റി ബോർഡിന്റെ അഴിമതിയിൽ നിന്ന് ക്ഷേത്രത്തെ മോചിപ്പിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നും സമരസമിതി. കോട്ടായി മിനി ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണം ആരംഭിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങും എത്തിയില്ല. നിർമ്മാണ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ചതായും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.